എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയാണ്. അതിനായി 400 ഗ്രാം ഉരുളക്കിഴങ്ങ് തൊലിച്ചെത്തി അല്പം നീളത്തിലും കനത്തിലും അരിഞ്ഞ് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് അതിലിടുക. ഉരുളക്കിഴങ്ങ് കറുത്തു പോകാതിരിക്കാനാണ് വെള്ളത്തിലിടുന്നത്. ഇനി മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായി ഒരു പാത്രം ഗ്യാസിൽ വെച്ച് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. അതിലേക്ക് 6 വെളുത്തുള്ളി അല്ലി നീളത്തിലരിഞ്ഞത്, 2 മീഡിയം സവാള സ്ലൈസായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, 4 പച്ചമുളക് കീറിയത്, ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റുക. അതിലേക്ക് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അല്പം പോലും വെള്ളമില്ലാതെ ഇടുക. നന്നായിട്ട് ഇളക്കിയിട്ട് 5 മിനിറ്റ് ഫ്രൈ ചെയ്യുക. പാത്രം അടച്ചു വെച്ച് 3 മിനിറ്റ് ആവിയിൽ വേവിക്കുക. ഇടയ്ക്ക് ഇളക്കാനും ഉരുളക്കിഴങ്ങ് വെന്തോ എന്ന് നോക്കാനും മറക്കരുത്. പല ഉരുളക്കിഴങ്ങിനും പല വേവാണ്. ചിലത് പെട്ടെന്ന് വെന്തു കൊഴിഞ്ഞു പോകും. അതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയിട്ട് 10 മിനിറ്റ് ഫ്രൈ ചെയ്യുക. നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി റെഡിയായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.